എനിക്ക് ദീന് പഠിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി, എനിക്ക് ഇസ്ലാം എന്തെന്ന് പഠിക്കണം എന്ന ആ വലിയ താല്പര്യത്തോടുകൂടി എത്ര ചെറിയ സദസ്സുകളാവട്ടെ വലിയ സദസ്സുകളാവട്ടെ അത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് പോകുന്നവൻ, ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ഏത് നിലക്ക് യൽതമിസു ഫീഹി ഇൽമാ, അവൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് തനിക്ക് ഇൽമ അന്വേഷിക്കലാണ്. ഞാൻ വിവരമില്ലാത്തവനാണല്ലോ, അറിവ് കുറഞ്ഞവനാണല്ലോ, അല്ലാഹ് എനിക്ക് അറിവ് കിട്ടണം, ആ അറിവനുസരിച്ച് അമൽ ചെയ്യണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളൊക്കെ നിന്റെ അടുക്കൽ മഖ്ബൂലാണോ മർദൂദാണോ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഓരോന്നിലും കല്ലും നെല്ലും വേർതിരിച്ചറിയുന്ന, സുന്നത്തും ബിദ്അത്തും വേർതിരിച്ചറിയുന്ന, ഇരുട്ടും വെളിച്ചവും വേർതിരിച്ചറിയുന്ന, ഹറാമു ഹലാലുകൾ വേർതിരിച്ചറിയുന്ന കൃത്യമായ മതവിജ്ഞാനം എനിക്ക് നേടണം എന്ന ആ ഉദ്ദേശത്തോടുകൂടി അറിവിന്റെ തീരത്തേക്ക് ആരെങ്കിലും പ്രവേശിക്കുന്നുവെങ്കിൽ സഹലല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നു. ആ മാർഗത്തിലേക്കുള്ള ഏത് ശ്രമവും സ്വർഗത്തിലേക്കുള്ള ശ്രമമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ആ മാർഗത്തിലേക്കുള്ള ഏത് ശ്രമവും സ്വർഗത്തിലേക്കുള്ള ശ്രമമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആ മാർഗത്തിൽ ശ്രമിച്ച് അത്തരം ഒരു വേദിയിലേക്ക് പ്രവേശിക്കുന്ന ആ ത്വാലിബുൽ ഇൽമ്, മതവിജ്ഞാനത്തെ അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഇന്നൽ മലായികത, തീർച്ചയായും അല്ലാഹുവിന്റെ മലക്കുകൾ, ലതളഉ അജ്നിഹതഹാ, ആ മലക്കുകൾ അതാ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നു. ആ മലായികത്തുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നതാണ് റിളൻ ലി ത്വാലിബിൽ ഇൽമി, മതവിജ്ഞാനം അന്വേഷിക്കുന്ന വിദ്യാർത്ഥിയോട് പൊരുത്തപ്പെട്ട നിലയിൽ ആ വിദ്യാർത്ഥിയോടുള്ള സ്നേഹം കൊണ്ട് ആ മതബോധത്തിന് വേണ്ടി അത് നേടിയെടുക്കാൻ ആവശ്യമായ കാര്യത്തിന് ശ്രമിക്കുന്നവർക്ക് മലക്കുകൾ ചിറക് വിരിക്കുന്നു. മലക്കുകൾ ചിറക് വിരിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാന്റെ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. രണ്ടും അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ചിറകുകളുള്ളവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥമായ അവിടുത്തെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ കണ്ടു എന്ന് ഹദീസിൽ കാണാം. ആ 2 തവണ കണ്ടപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളോടെയാണ് ഞാൻ കണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് ഈ മനുഷ്യനോട് വലിയ സ്നേഹമാണെന്ന് വരുമ്പോ ആ മലക്കുകൾ അതിന് പ്രത്യുപകാരമായി ചെയ്യുന്നത് അള്ളാഹിനോട് നിരന്തരം മതം അന്വേഷിക്കുന്ന, ദീൻ അന്വേഷിക്കുന്ന, അത് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മലക്കുകൾ മാത്രമാണോ? وإن طالب العلم يستغفر له من في السماء والأرض حتى الحيتان في الماء. മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം യസ്തഗ്ഫിറു ലഹു, അവന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നതാണ്. മൻ ഫിസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിലുള്ളവർ മുഴുവനും, ഹത്തൽ ഹീതാനു ഫിൽ മായി, വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെ. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ വ മലായികതഹു വാഹിലസ് സമാവാതി വൽ അർളീന ഹത്തൻ നംലത ഫീ ജുഹരിഹാ വഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. തീർച്ചയായും അല്ലാഹു അവൻ കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകളും ആകാശഭൂമികളിലുള്ളവർ മുഴുവനും, ഉറുമ്പുകൾ വരെ, മാളങ്ങളിലുള്ള ഉറുമ്പുകൾ വരെ, സമുദ്രത്തിലും വെള്ളത്തിലും നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളും വരെ, ലയുസല്ലൂൻ, അവർ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, അറിവ് നേടുകയും ആ നേടിയ അറിവിനെ, അതെത്ര കുറച്ചാവട്ടെ അധികമാവട്ടെ, നേടിയ അറിവിനെ അത് നേടിയിട്ടില്ലാത്ത ആളുകളോട് തൻ്റെ സംസാരത്തിലൂടെ, അതല്ലെങ്കിൽ തൻ്റെ എഴുത്തിലൂടെ, അതല്ലെങ്കിൽ തൻ്റെ സംഭാഷണങ്ങളിലൂടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ആ ഇൽമ് പകർന്നു
തുറന്നു കൊടുക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ അതാ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും അവന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഹത്വം പറയാണ്, വ ഇന്ന ഫളലൽ ആലിമി അലൽ ആബിദി കഫളിൽ ഖമരി അലാ സായിരിൽ കവാകിബ്. ഒരു ആലിമിനുള്ള, മതം അറിഞ്ഞിട്ടുള്ള, ദീന് പഠിച്ചിട്ടുള്ള ഒരാൾക്കുള്ള ശ്രേഷ്ഠത അലൽ ആബിദി, ദീനൊന്നും അയാൾക്കറിയില്ല, ഇബാദത്തിൽ മുഴുകിക്കഴിയുകയാണ്. അങ്ങനത്തെ ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത കഫളിൽ ഖമരി അലാ സായിരിൽ കവാകിബ്, മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ എന്നതാ ചന്ദ്രനുള്ള പ്രത്യേകത പോലെയാണ്. ഇനിയും ഹദീസിൽ കാണാം, ഇന്നൽ ഉലമാഅഹും വറസത്തുൽ അംബിയാഇ, തീർച്ചയായും ഇസ്ലാമികമായ വിജ്ഞാനം നേടിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള മതപണ്ഡിതന്മാർ ഹും വറസത്തുൽ അംബിയാ, അവര് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികൾ എന്ന് പറയുമ്പോൾ അംബിയാക്കന്മാര് ലം യുവരിസു ദീനാറം വലാ ദിർഹമാ, അംബിയാക്കൾ ഇവിടെ വറാസത്തായിട്ടിട്ട് പോയത്, അനന്തരമായി ഏൽപ്പിച്ചു പോയത് ദീനാറുകളല്ല, ദിർഹമുകളല്ല. ഇന്നമാ വറസുൽ ഇൽമാ, അവര് ഇൽമാണ് ഇവിടെ ഇട്ട് പോയിട്ടുള്ളത്. ഫമൻ അഖദഹു, ആരെങ്കിലും ആ ഇൽമ നേടിയെടുക്കുന്നുവെങ്കിൽ അഖദ ബിഹദ്ദിൻ വഫിരിൻ, അവൻ വമ്പിച്ച സൗഭാഗ്യം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു തരുന്നു. നോക്കൂ നിങ്ങൾ, നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അസുലഭമായ അവസരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളുമൊക്കെ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമ് നേടുന്ന ക്ലാസ്സുകളിലേക്ക്, മതം പറയുന്ന ക്ലാസ്സുകളിലേക്ക്, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേദികളിലേക്ക്, അതുപോലെ തന്നെ അത് പഠിക്കാൻ, അത് എഴുതേണ്ടി വന്നാൽ എഴുതിക്കൊണ്ടും, വായിക്കേണ്ടി വന്നാൽ വായിച്ചുകൊണ്ടും, ചർച്ച ചെയ്യേണ്ടി വന്നാൽ ചർച്ച ചെയ്തുകൊണ്ടും, ചോദിച്ചു പഠിക്കേണ്ടി വന്നാൽ അതിന് മനസ്സാക്ഷി കുത്തില്ലാതെ ചോദിച്ചു പഠിച്ചുകൊണ്ട് യാതൊരു ലജ്ജയും ആ വിഷയത്തിൽ കാണിക്കാതെ, ആലസ്യബോധമില്ലാതെ ഉന്മേഷഭരിതനായിക്കൊണ്ട് അള്ളാന്റെ കൽപ്പന പ്രകാരം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, പടച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കൂ നബിയേ. ആ വായനക്ക് സമയം കാണുന്നവരുണ്ടോ? ഇന്ന് വായിക്കാൻ ആളുകൾ സമയം കാണുന്നു, പക്ഷേ യാതൊരു മൻഫഅത്തുമില്ലാത്ത വായനക്കാണ് മണിക്കൂറുകൾ മനുഷ്യൻ നീക്കിവെക്കുന്നത്. ഇന്ന് ദിവസത്തിൽ ഒരു മനുഷ്യന് എത്ര മണിക്കൂറുകളാണ് നീക്കിവെക്കുന്നത്? പത്രം പാരായണം ചെയ്യാൻ വേണ്ടി ധാരാളം മണിക്കൂറുകൾ അവൻ നീക്കിവെക്കുന്നു. സർവ്വ പത്രങ്ങളും മനുഷ്യൻ അരിച്ചു വെറുക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് അവന് നേടിയ ഇൽമെന്താണ്? എന്ത് ഇൽമാണ് അതുകൊണ്ട് നേടിയത്? എന്ത് ഉപകാരമാണ് അവന് കിട്ടിയത്? അറിവ് നേടുമ്പോ, വായിക്കുമ്പോ ഉപകാരപ്രദമായത് വായിക്കാനാണ് നേരം കാണേണ്ടത്. അതല്ലേ ഇസ്ലാമിന്റെ പ്രവാചകൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ, ഉപകാരപ്രദമായ അറിവ് നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. മൻഫഅത്തില്ലാത്ത അറിവ് എനിക്ക് വേണ്ട. ഒരുപാട് അറിഞ്ഞിട്ടെന്താ? ലോകവിവരം ഒരുപാട് പത്രം വായിച്ചാൽ കിട്ടുന്നു, പക്ഷേ നിന്റെ ആഖിറത്തിന് വേണ്ട ഇൽമതിലുണ്ടോ? നിന്റെ ഖബറിലെ ജീവിതം രക്ഷയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അതിലുണ്ടോ? മറിച്ച് മൻഫഅത്തുള്ള ഇൽമ് അത് നേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ പ്രവാചകൻ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഒരു ഉപകാരവും ചെയ്യാത്ത അറിവില്ലെന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ് എന്നും ദുആ ചെയ്യുന്നു. നമ്മൾ ഇന്ന് നേരെ മറിച്ച് ഉപകാരമുള്ള ഇൽമിന് വേണ്ടി ആഴ്ചയിൽ ഒരല്പസമയം പോലും ചെലവഴിക്കാൻ നമുക്ക് മടിയാണ്. ഉപകാരമുള്ള ഇൽമ വരുന്ന വേദികളിലേക്ക് എത്താൻ നമുക്ക് മടിയാണ്. അതേ അവസരത്തിൽ ഉപകാരമില്ലാത്ത ഇൽമ പറയുന്ന, അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണെങ്കിലും ശ്രവ്യമാധ്യമങ്ങളിലൂടെയാണെങ്കിലും വായനയിലൂടെയാണെങ്കിലും നേടുന്നതും ചെലവഴിക്കുന്നതും മുഴുവനും ഉപകാരമില്ലാത്ത അറിവിന് വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പരലോക ബോധത്തിന് ഏറ്റവും വലിയ ഉപകാരപ്രദമാകുന്ന നിലക്കുള്ള അറിവ് നേടാനാണ് നമ്മോട്
നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആ അറിവിന് വേണ്ടി എന്ത് ചെലവഴിക്കുന്നതും സ്വർഗത്തിലേക്കുള്ള ചെലവഴിക്കലാണ്. നമുക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാവരും, നമ്മൾ കാണാത്ത ശക്തികൾ, മലക്കുകൾ വരെ, സമുദ്രത്തിലെ അതുപോലെ തന്നെ വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ, അതുപോലെ തന്നെ മാളങ്ങളിൽ നിവസിച്ചു കൊണ്ടിരിക്കുന്ന ഉറുമ്പുകൾ പോലും എല്ലാം യസ്തഗ്ഫിറു ലഹു, ഇൽമു നേടുന്ന മനുഷ്യന് വേണ്ടി അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ച് തന്ന കാര്യമാണിത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏത് വേദികളിലും പോകാൻ. അപ്പോഴേ നമുക്ക് ഇൽമിന്റെ വില അറിയൂ, അപ്പോഴേ നമുക്ക് ഇൽമിനോട് താല്പര്യമുണ്ടാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, മരിച്ചാലും മുറിഞ്ഞു പോകാത്ത ഒരു കാര്യമായിട്ടല്ലേ ഇസ്ലാം ഇത് പഠിപ്പിച്ചു തന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന് കഴിയാവുന്നത്ര ഇൽമു നേടുന്നു. ആ ഇൽമ അവൻ എന്ത് ചെയ്യുന്നു? പഠിച്ചതനുസരിച്ച് അമല് ചെയ്യുന്നു. അമല് ചെയ്യുന്നത് പോലെ തന്നെ അത് മറ്റുള്ളവർക്ക് തൻ്റെ സംഭാഷണങ്ങളിലൂടെ, എഴുത്തിലൂടെ, ഏതു മാർഗത്തിലൂടെയെങ്കിലും ആവട്ടെ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവൻ മരണപ്പെട്ടു പോയാൽ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ അമലൊക്കെ മുറിഞ്ഞു പോയില്ലേ? 3 എണ്ണം ബാക്കിയല്ലേ? മിൻ സദഖത്തിൻ ജാരിയ, അയാൾ ജീവിതകാലത്ത് കൊടുത്തിട്ടുള്ള സദഖ, അതിന്റെ പുണ്യം ഇപ്പോഴും ഖബറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. നേരത്തെ നമ്മൾ അല്ലാഹുവോട് ചോദിച്ചില്ലേ, ഉപകാരമുള്ള ഇൽമു തരണം അല്ലാഹ്. ആ നിലക്ക് ഉപകാരമുള്ള അറിവിന് വേണ്ടി തേടി, ഉപകാരമുള്ള അറിവ് നേടി, അതനുസരിച്ച് പ്രവർത്തിച്ചു, അത് അറിയാത്തവർക്ക് പഠിപ്പിച്ചു, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ ആ മനുഷ്യന്റെ ഖബറിലേക്ക്, അഥവാ അയാളുടെ സൽക്കർമ്മങ്ങളുടെ റെക്കോർഡിലേക്ക് ഇതാ അയാളിവിടെ പ്രചരിപ്പിച്ച ഇൽമിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഓരോരുത്തരും നേടുന്ന ഇൽമിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷേ എത്ര ചെറുത് നേടിയാലും വലുത് നേടിയാലും അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മരിക്കാൻ സൗഭാഗ്യം കിട്ടിയാൽ അതെത്ര വലിയ നേട്ടമാണ്, ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ്. ലോകത്ത് നമ്മൾ ഇൽമിന്റെ സദസ്സുകൾ ബഹിഷ്കരിക്കാൻ കാരണമാകുന്നത് നമ്മുടെ ജോലി തിരക്കാണ്, പ്രയാസങ്ങളുടെ പേരാണ്. പക്ഷേ എന്തിനു വേണ്ടി ഓടി നടന്നുവോ, ഏതിനു വേണ്ടി പ്രയാസപ്പെട്ടുവോ, അതൊന്നും ഖബറിൽ കൂട്ടിനില്ല കേട്ടോ. അതേ അവസരത്തിൽ ഈ ഇൽമിന് വേണ്ടി നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിച്ച് ഇൽമ് നേടിയെടുത്തു, നിങ്ങളുടെ കുടുംബത്തെ പഠിപ്പിച്ചു, ഉറ്റവരെ പഠിപ്പിച്ചു, ഉടയവർക്കത് ആ രൂപത്തിൽ തന്നെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇസ്ലാമിന്റെ പ്രചരണ മാർഗത്തിലെ ആ വലിയ ഒഴുക്കിൽ നിങ്ങളും ഒരു തുള്ളിയായി മാറിയാൽ അതിന്റെ പ്രതിഫലം മരിച്ചാലും ഖബറിലെത്തുന്നു, മരിച്ചാലും മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ സന്താനവും ആ സന്താനങ്ങളുടെ ദുആ എത്തുന്നത് പോലെ ഈ മനുഷ്യന്റെ അമലായി കൊണ്ട് തന്നെ കിട്ടുന്നത് പോലെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എനിക്ക് ഇസ്ലാമികമായ ഇൽമു നേടൽ. അത് നേടിയെടുക്കാൻ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും താൻ ഒരിക്കലും പാഴാക്കിക്കൂടാ. അത് തന്റെ പരലോക സുരക്ഷയ്ക്ക് ആവശ്യമാണ്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങളിലുള്ള സജീവമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണേ എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് നിസ്സാരമായ ഒരു സംഗതിയല്ല, ഏറ്റവും ഗൗരവമായ കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന സംഗതിയാണ്. ആ നിലക്ക് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നേടാനുള്ള അധ്വാനങ്ങളിൽ സമയം ചെലവഴിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നതും അധികമല്ല എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥമായ നിലക്ക് പരലോകത്ത് രക്ഷപ്പെടുന്ന ശർഈയായ ഇൽമു നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, അതനുസരിച്ച് അമൽ ചെയ്യുന്ന മഹാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു.
സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു മനുഷ്യന് ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ സമ്പന്നനാക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു ഒരാൾക്ക് ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അയാളെ സുന്ദരനാക്കും എന്ന് ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. അള്ളാഹു ഒരാൾക്ക് ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തനാകും എന്നും അള്ളാഹു തആല പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞിട്ടില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ധാരാളമായി കൊടുക്കണം എന്നുദ്ദേശിച്ചാൽ, ആർക്കെങ്കിലും അല്ലാഹു ധാരാളമായി നന്മ ചെയ്യണം എന്നുദ്ദേശിച്ചാൽ യുഫഖിഹുഹു, അല്ലാഹു അവനെ വിജ്ഞാനമുള്ളവനാക്കും ഫിദ്ദീനി, മതത്തിൽ, ദീനിൽ വിജ്ഞാനമുള്ളവനാക്കലാണ് അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏറ്റവും വലിയ സമ്പാദ്യം ഇൽമാണ്, ഏറ്റവും വലിയ ഖൈർ അതാണ്. പക്ഷേ അത് നേടിയെടുക്കാൻ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ, അത് ഉപകാരപ്പെടണമെങ്കിൽ തഖ്വ വേണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഹറാമുകളിൽ നിന്ന് മുക്തമായി ജീവിക്കുന്നവനെ ഇൽമു കിട്ടുകയുള്ളൂ. ഹറാമ് തിന്നാതെ, ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ, ഹറാമിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ, ഹറാമിലൂടെ സമ്പാദിക്കാതെ, ഹറാം ഹലാലുകൾ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ മുന്നോട്ട് പോകുന്നവർക്കാണ് അല്ലാഹ് ഇൽമു കൊടുക്കുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് ഇൽമു തരും കേട്ടോ, അല്ലാഹ് നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരും കേട്ടോ. അല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹ് എല്ലാ കാര്യത്തെ പറ്റിയും സൂക്ഷ്മമായി അറിവുള്ളവൻ തന്നെ. അപ്പൊ ജീവിതത്തിൽ നാം പഠിച്ചത് നിലനിൽക്കാൻ, പഠിച്ച കാര്യങ്ങൾ അനുസരിച്ച് അത് മറന്നുപോകാതിരിക്കാൻ, ഇൽമു കൊണ്ട് ഉപകാരം കിട്ടാൻ തഖ്വ ആവശ്യമാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ എന്നൊരു ഭാഗം പറയട്ടെ. മഹാനായ ഷാഫി ഇമാം ലോകം മുഴുവൻ അറിയപ്പെട്ട മഹാനായ പണ്ഡിതനാണ്, ഏറ്റവും വലിയ പ്രഗത്ഭനായ ഇമാമാണ്. ആ ഇമാമതാ തന്റെ ഉസ്താദായ വക്കീൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഉസ്താദിനോട് പോയിട്ട് പരാതി പറയുകയാണ്. ഉസ്താദേ, പഠിക്കുമ്പോ പലതും അപ്പന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നു. ഉസ്താദേ, എന്താണ് മറവിക്കൊരു പരിഹാരം? എന്താണ് ഇൽമു നിലനിൽക്കാൻ ഞാൻ വേണ്ടത്? പഠിച്ചതെന്റെ ജീവിതത്തിൽ മറക്കാതെ നിലനിൽക്കാനും ഉപകാരപ്പെടാനും ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉസ്താദായ വക്കീൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. ഉസ്താദ് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഷാഫി ഇമാം അതിനെ സംബന്ധിച്ച് രണ്ടുപേരി കവിത ചൊല്ലുകയാണ്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി فأرشدني إلى ترك المعاصي وأعلمني بأن العلم نور ونور الله لا يعطى لعاصي. ഞാൻ എൻ്റെ ഉസ്താദിനോട് ആവലാതിപ്പെട്ടു. ഷാഫി ഇമാം പറയുകയാണ്, ഞാൻ എൻ്റെ ഉസ്താദിനോട് ആവലാതിപ്പെട്ടു. എന്തിനെ കുറിച്ച്? പഠിച്ചതൊക്കെ മറന്നു പോകുന്നല്ലോ, എന്ത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് എനിക്ക് നിർദ്ദേശിച്ചു തന്ന മാർഗം ഫഅർശദനി ഇലാ തർക്കിൽ മആസി. ഓ ഷാഫി, ജീവിതത്തിൽ ഹറാം വന്നു പോകാതെ നോക്കണേ, ജീവിതത്തിൽ തഖ്വ നിലനിർത്തണേ. അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തത് ജീവിതത്തിൽ വന്നു പോകരുതേ, ജീവിതത്തിൽ വന്നു പോകരുതേ, അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തത് വന്നു പോകരുതേ. ആരാ ഷാഫി ഇമാം എന്ന് ഓർക്കണം. ആരാണ് ഷാഫി ഇമാം എന്ന് ഓർക്കണം. മഹാനാണ്, ഹറാം ചെയ്യുന്ന പണ്ഡിതനല്ല, തോന്നിയാസം കാണിക്കുന്ന പണ്ഡിതനല്ല,
പക്ഷേ ആ മഹാനായ ശാഫി ഇമാമിനോട് പോലും പറഞ്ഞത് നമ്മൾ ഓർക്കണം, തർക്കിൽ മആസി, അല്ലാഹുവിന്റെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ജീവിച്ചു പോകരുത്. അങ്ങനെ പറ്റിപ്പോയാൽ വഅലമനി ബിഅന്നൽ ഇൽമ നൂറുൻ, എന്നോട് ഉസ്താദ് അറിയിച്ചു തന്നു, ഓ ശാഫിഈ നീ മനസ്സിലാക്കണം, അന്നൽ ഇൽമ, ഇൽമെന്ന് പറയുന്നത് നൂറുൻ, അതൊരു വെളിച്ചമാണ്, അതൊരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി, തെമ്മാടിത്തം കാണിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് അല്ലാഹ് കൊടുക്കൂല കേട്ടോ, അത് അല്ലാഹ് നൽകുന്നതല്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് അനുസരണത്തോടെ ജീവിക്കണം. ഇൽമ കിട്ടണമെങ്കിൽ, ആ ഇൽമ നിലനിൽക്കണമെങ്കിൽ, ആ ഇൽമ കൊണ്ട് മൻഫഅത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിക്കാതെ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. അത് ജീവിതത്തിൽ നിലനിർത്തണം കേട്ടോ. തഖ്വയുള്ള ജീവിതം വേണം. ഇതാണ് ഉസ്താദ് നിർദ്ദേശിക്കുന്നത്. ഇതാ ഖുർആൻ പറയുന്നത്. ഖുർആനിൽ നിന്നാണ് മഹാന്മാരത് മനസ്സിലാക്കിയത്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ജനങ്ങളെ. വയുഅല്ലിമുകുമുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. ഇൽമ കിട്ടാൻ ജീവിതത്തിൽ അത് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർബന്ധമാണ് ഇൽമെന്ന് വരുമ്പോ, ആ ഇൽമ നേടണമെങ്കിൽ ഹറാമിൽ നിന്ന് മുക്തമാകണം എന്ന് വരുമ്പോ ഇൽമിന് വേണ്ടിയുള്ള പുറപ്പാട് തന്നെയും നമുക്കെന്തൊരു അനുഗ്രഹമാണ്. ഇൽമ കിട്ടണമെങ്കിൽ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാണെന്ന് വന്നാൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മൾ ഉണ്ടാക്കില്ലേ ഇൽമ പഠിക്കാൻ? ആ ഇൽമ കൊണ്ടല്ലേ പരലോകത്ത് രക്ഷയും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും അറിയുന്നതുമൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കാനും അത് ജീവിതത്തിൽ അങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കാനും ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നേ പറ്റൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അല്ലാഹ്ക്ക് പൊരുത്തമില്ലാത്ത സംഗതികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മാത്രമല്ല, എന്നിട്ട് അല്ലാഹുവിനോട് തേടുകയും വേണം. ലോകം കണ്ട ഏറ്റവും വലിയ ആലിമ്, സർവ്വ ആലിമീങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹ് പറയുന്നത് എന്താണ്? വഖുൽ റബ്ബി സിദ്നി ഇൽമാ, ഓ നബിയെ പ്രാർത്ഥിക്കൂ, നബിയെ നിങ്ങളും ദുആ ചെയ്യണം. നിങ്ങൾ പറയൂ നബിയെ, എന്താ പറയേണ്ടത്? റബ്ബി സിദ്നി ഇൽമാ, എൻ്റെ റബ്ബേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ. ലോകം കണ്ട ഏറ്റവും വലിയ ആലിമിനോടും സർവ്വ ആലിമീങ്ങളുടെയും നേതാവിനോടും അല്ലാഹ് പറയുന്നത് ഇൽമ തികഞ്ഞു എന്ന് തോന്നേണ്ടതില്ല കേട്ടോ. ഇനിയും തേടണം, ഇനിയും റബ്ബിനോട് അതിനു വേണ്ടി ദുആ ചെയ്യണം. വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമ ഏറ്റി തരണേ അല്ലാ, അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും പറയുന്നു. ആ പ്രാർത്ഥന സാർത്ഥകമാകണമെങ്കിൽ ചോദിക്കുന്ന കാര്യത്തിനനുസരിച്ച പ്രവൃത്തിയും ഉണ്ടായല്ലേ പറ്റൂ. ഇൽമ തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയും ഇൽമിന്റെ വാതിലുകളൊക്കെ കൊട്ടിയടക്കുകയും അത്തരം വേദികളോട് സലാം പറഞ്ഞു പിരിയുകയും അത്തരം വേദികളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥന ബാത്തിലല്ലേ, ആ പ്രാർത്ഥന കാപട്യമായി പോകില്ലേ? അതുകൊണ്ട് പ്രാർത്ഥിക്കൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കൂ. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്.